ഹലോ, അപ്പോൾ നമ്മുടെ ടൂറിൻ്റെ 5ാമത്തെ ദിവസമായിട്ടുള്ള ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയായിരുന്ന ബംഗ്ലാവിലാണ് കേട്ടോ. അതിപ്പം മ്യൂസിയം ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അവിടെ പലതരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഇതാ കാണുന്നത് പോലെയുള്ള അവർ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ വെച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു മ്യൂസിയമാണ് ഇപ്പോൾ ഇവിടെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് വന്ന് കാണാവുന്നതാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇവിടെ കാണാൻ സാധിക്കും പലതരത്തിലുള്ള ഫോട്ടോസും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ പലതരത്തിലുള്ള ഫോട്ടോസും അവർ പങ്കെടുത്ത പല ചടങ്ങുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അവർ ശേഖരിച്ചു വെച്ച പല വസ്തുക്കളും എല്ലാം നമുക്കിവിടെ കണ്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലാണ് ഇവിടെ ഇതൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് രാജീവ് ഗാന്ധി മരിക്കുന്ന സമയത്ത് ഇട്ടിരുന്ന വസ്ത്രങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളും കൂടാതെ ഈ ചെരുപ്പ്, സോക്സ് തുടങ്ങിയവയൊക്കെ ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ ഇട്ടിരുന്ന സാരിയും ചെരുപ്പും ബാഗും തുടങ്ങിയവയൊക്കെ ഇവിടെ ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ നീങ്ങുന്നത് 1948 ജനുവരി 30 നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയെ തീവ്രവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്ന ഡൽഹിയിലെ ബിർള ഹൗസിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനമായി ഗാന്ധിജി നടന്ന് നീങ്ങിയ ആ കാൽപ്പാടുകളാണ് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് നമുക്ക്. നല്ല രീതിയിൽ തന്നെ മനോഹരമായി ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ഇങ്ങനെ നടന്ന് ഗാന്ധിജി ആ ഒരു പ്രാർത്ഥനാ മുറിയിലേക്ക് പോകുന്ന ആ ഒരു വേളയിലാണ് സംഭവിക്കുന്നത്. അവിടം വരെയുള്ള കാൽപ്പാടുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും.
രാജ്ഘട്ട്. അപ്പൊ രാജീവ് ഗാന്ധി സമാധിക്ക് എന്താ പറയാ? വീർഭൂമി. ഇന്ദിരാഗാന്ധിന്റെ ആഹാ. ഇതോ നമ്മുടെ ജവഹർലാൽ നെഹ്റു ശാന്തിവൻ. ലാൽ ബഹദൂർ ശാസ്ത്രി ചരൺ സിംഗിന്റെ കിസാൻ ഗട്ട്, ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ് ഗട്ട് കേട്ടോ. ശാസ്ത്രം എപ്പോഴും വിജയിക്കും, അത് ഓർത്താൽ മതിയേ. അപ്പം ലാൽ ബഹദൂർ ശാസ്ത്രി വിജയ് ഗട്ട്. ഞങ്ങളിപ്പം കുത്തബ് മിനാറിന്റെ മുമ്പിലാണ് കയറാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ക്യൂ ഒക്കെ കണ്ടോ, ഫുൾ ക്യൂ ആണ്. അപ്പം ടോക്കണൊക്കെ എടുത്തിട്ടുണ്ട്, ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ് അല്ലേ? യെസ്. ബാക്കി കാഴ്ചകൾ ഉള്ളിന്ന് കാണിച്ചു തരാം. We are excited to go there, so keep watching on us. Thank you. കുത്തബ് മിനാർ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സൈസിങ് പോയിന്റ് ആണ്. ഇത് പണിതത് കുത്തബുദ്ദീൻ ഐബക്ക്. പക്ഷേ അദ്ദേഹം ഇതിന്റെ ഒരു ഇത് മാത്രമേ പണിതിട്ടുള്ളൂ. അതിന്റെ ബാക്കി പണിതിട്ടുള്ളത് ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷ് കുത്തബുദ്ദീൻ ഐബക്കിന്റെ ആരായിരുന്നു? മരുമകനായിരുന്നു. അന്ന് ഈ മരുമക്കത്തായി നിലനിൽക്കുന്ന സമയമാണ്. മരുമകനാണ് രണ്ടാമത്തെ ഭാഗം പണിതത്. മുകളിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ പണിതത് ഫിറോസ് ഷാ തുഗ്ലക്ക്. അങ്ങനെ 3 പേരാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയത്. പണ്ടൊക്കെ ഇതിൻ്റെ അകത്തുകൂടെ നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിൽ വരെ പോകാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പിള്ളേർ അതിൻ്റെ അകത്ത് തിക്കും തിരക്കുമായിട്ട് കുറച്ച് ആളുകൾ മരിച്ചൊക്കെ പോയി. അതിനുശേഷം അകത്തേക്ക് വിടുന്നില്ല. പിന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട സംഭവം, ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു അയൺ പില്ലറുണ്ട്. ബുദ്ധ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ളതാണ്. നൂറ്റാണ്ടുകളായിട്ട് അത് മഴയും വെയിലും കൊണ്ട് തുരുമ്പ് പിടിക്കാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് നമ്മൾ എന്ത് കാര്യം വിചാരിച്ചാലും സാധിക്കും. ഇതിൻ്റെ പുറകിൽ. പക്ഷേ ഇപ്പം അതിൻ്റെ ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്, അകത്ത് കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് പോയാൽ ഇങ്ങനെ പിടിച്ചിട്ടിങ്ങനെ ദ്രവിച്ച ഒരു ഇത് കാണാൻ, ഒരു പാട് വന്നത് കാണാൻ പറ്റും. പിന്നെ ഇത് മുസ്ലിംസിൻ്റെ ഒരു വലിയ ഇസ്ലാമിക്കിൻ്റെ ഒരു വലിയ പഠന കേന്ദ്രമായിരുന്നു ഇത്. പിന്നെ അതിന് ശേഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പല യുദ്ധങ്ങളൊക്കെ നടന്ന് കുറേ ഹിന്ദുക്കളുടെ നിർമ്മിതികൾ കാണാം, കുറേ മുസ്ലിങ്ങളുടെ കാണാം. രണ്ടും മാറി കുവത്തുൽ ഇസ്ലാം മോസ്ക് എന്ന് പറയുന്ന വലിയൊരു പള്ളി ഉണ്ടായിരുന്നു ഇവിടെ. കുവത്തുൽ ഇസ്ലാം മോസ്ക് എന്ന് അതിന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതാ, ഞാൻ കുത്തബ് മിനാറിന്റെ മുന്നിലാണിപ്പോ നിൽക്കുന്നത്. വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ. എന്താ പറയാ, ലൈഫിൽ ഫസ്റ്റ് ടൈം ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഇവിടെ ഇതാ പല കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട്. അപ്പം അത് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. നമ്മുടെ ടൂറിൻ്റെ അവസാന ദിവസമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹിനോട് ബബ്ബായി പറഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ ഹാപ്പിയാണ് എല്ലാവരും. നല്ല ഡാൻസെല്ലാം കളിച്ച് നല്ല ഉഷാറായിട്ടാണ് നമ്മൾ ടൂർ അവസാനിപ്പിച്ചത്. ഇതൊക്കെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും മനോഹരമായി നമ്മൾ ഇന്ത്യയിലെ കാഴ്ചകൾ കാണാൻ പറ്റി. അത് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ കാണാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ.